12 മണിക്കാണ് കിടക്കുന്നത്. 2-2.5 മണിയാപ്പോഴത്തും ഉറക്കം കഴിഞ്ഞ് 2.5 മണിക്കൂർ കൊണ്ട് ഉറക്കം കഴിഞ്ഞ് പിന്നെ ഉറക്കമില്ല, ഒരു പ്രശ്നമില്ല. റാഹത്തായി എണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് മണിക്കൂർ കണക്കിനിരുന്ന് സ്വലാത്ത് ചൊല്ലി ഖുർആൻ ഓടിയ ആ നേരത്തെ ഖുർആൻ ഉണ്ടല്ലോ, ആ നേരത്തെ ഖുർആൻ ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീലാ, അത് ഏറ്റവും ഉത്തമമായ ഖുർആനാണ്. അത് നാവ് പറയുകയും ചെവി കേൾക്കുകയും ഹൃദയം ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഖുർആനാണ്. ഇന്നന യാ അയ്യുഹൽ മുസമ്മിൽ قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا إن ناشئة الليل هي أشد وطئا وأقوم قيلا. അങ്ങനത്തെ ഖുർആൻ വല്ലാത്ത മധുരമുള്ള ഖുർആനാ. നാവ് ഇങ്ങനെ മനോഹരമായി മൊഴിയും, ചെവി നല്ല പോലെ കേൾക്കും, ഹൃദയം നല്ല പോലെ ഉൾക്കൊള്ളും. അതാണ് വത്ത് എന്ന് പറഞ്ഞാൽ സംയോജനം. അതാണ് വത്ത്, സംയോജനം. ഒരാളിൽ ഹിദായത്ത് ശക്തമായി പ്രവേശിച്ചാൽ എന്താണ് ഉണ്ടാവുക? അള്ളാഹു എന്ന ദിക്ർ അവനിൽ ശക്തമാവും. ഒരാളിൽ ഹിദായത്തില്ലെങ്കിലോ അള്ളാഹു എന്ന ചിന്ത അവനിൽ ഉണ്ടാവുകയില്ല. ഒരാളിൽ എത്ര ശക്തമായിട്ടാണോ ഹിദായത്ത് പ്രവേശിച്ചിട്ടുള്ളത് അത്രയും ശക്തമായി അവനിൽ അള്ളാഹ് എന്ന ചിന്ത ഉണ്ടാവും. അള്ളാഹുവിനെ കുറിച്ചുള്ള അതിശക്തമായ ബോധം അവനുണ്ടാവും. അവന്റെ എടുപ്പിലും നടപ്പിലും ഇരിപ്പിലും കിടപ്പിലും ഹറക്കാത്തിലും സക്കനാത്തിലും അള്ളാഹ് എന്ന ബോധം ഉണ്ടാവും. അള്ളാഹു കൽപ്പിച്ചതേ ചെയ്യൂ, അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് പൂർണ്ണമായി എന്തൊരു കോടാനക്കോടി ലാഭം കിട്ടിയാലും ഒഴിവാകും. എന്തുകൊണ്ട്? അവൻ ഹിദായത്ത് പ്രവേശിച്ചവനാണ്. മനുഷ്യൻ ഈ ഭൂലോകത്ത് വന്നിട്ടുള്ളത് ഹിദായത്തിന് വേണ്ടിയാണ്. ഒരാൾക്ക് ഗൾഫിൽ പോയി അധ്വാനിച്ചാൽ എന്താ ഉണ്ടായിത്തീരാ? കൂടുതൽ പൈസ ഉണ്ടാവും. എന്തുണ്ടാവില്ല, ഒരു ഔട്ട്പുട്ട്. എന്താണ്? ഒരാൾ നല്ല പോലെ പഠിച്ചാൽ എല്ലാ പരീക്ഷയും ജയിക്കും. ഒരാൾ എല്ലാം നല്ല പോലെ പഠിച്ചാൽ എല്ലാ പരീക്ഷയും ജയിക്കും. ഒരാൾ എല്ലാ ദിവസവും അലസത കാണിക്കാതെ അധ്വാനിച്ചാൽ പണം അധികരിക്കും. എന്നതുപോലെ മനുഷ്യനെ അല്ലാഹു തആല ഭൂമിയിലേക്ക് അയച്ചത് കച്ചവടത്തിനല്ല. മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് കൃഷിക്ക് വേണ്ടിയും അല്ല, അതൊന്നും അല്ല. എന്നാൽ അതെല്ലാം ചെയ്യില്ലേ? അത് ഇവിടെ നിലനിൽപ്പിന് ആവശ്യമായ താൽക്കാലിക കാര്യങ്ങളാണ്. ഒരാള് ഗൾഫിൽ പോയാൽ അവന് താമസിക്കുന്നിടത്ത് ചെറിയൊരു കിച്ചൺ ഉണ്ടാവും. ഒരു റിയാലിന്റെ ഒരു ദിർഹമിന്റെ കുബൂസ് വാങ്ങിക്കൊണ്ടുവന്നാൽ തൽക്കാലം ഒരു കോഴിമുട്ടയോ മറ്റോ അടച്ച് പെട്ടെന്ന് കഴിക്കാനുള്ള ഒരു 10 മിനിറ്റിന്റെ ഒരു പ്രിപ്പറേഷൻ കഴിക്കാനുള്ള ഒരു സൗകര്യം അവിടെ ഉണ്ടാവും. പിന്നെ ആള് കൂടിയ വെള്ളിയാഴ്ചകൾ ചിലപ്പോൾ ഒരു ബിരിയാണി ഉണ്ടാക്കിയേക്കാം. അതും ശ്രദ്ധിക്കും. അവന് എക്കണോമിക് അനുസരിച്ച ബിരിയാണിയെ ഉണ്ടാക്കൂ, എന്നുണ്ടാക്കില്ല. പരിധി വിട്ട ബിരിയാണി ഉണ്ടാക്കില്ല. തലേന്ന് ബിരിയാണി ശക്തമായാൽ പിറ്റേന്ന് കുറച്ച് കുറക്കും. എന്തുകൊണ്ട്? ഞാനിവിടെ വന്നത് ഈ തീറ്റയ്ക്ക് വേണ്ടിയല്ല, എന്റെ കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഈ ചിന്ത അവനിൽ ഉള്ളത് കൊണ്ടാണ് അവൻ അങ്ങനെ തിന്നാത്തത്. നല്ല നല്ല മധുരമനോഹരമായ സാധനങ്ങൾ ദിനേനെ അവൻ നടക്കുന്ന സൂക്കുകളിൽ കാണും, അതവൻ കഴിക്കൂല. ഇത് കഴിക്കാൻ പറ്റാത്ത എന്തെങ്കിലും സുഖക്കേട് ഇവനിലുണ്ടോ? ഇല്ല. പക്ഷേ കിട്ടുന്ന കൂലിക്കനുസരിച്ച് ഇതെല്ലാം കഴിച്ചാൽ അവൻ എന്തിനാണ് ഗൾഫിൽ വന്നത്? അതിൽ നഷ്ടപ്പെട്ടു. ശരി, ഈ ചിഹ്നം കൊണ്ടത്തേക്ക് നമ്മൾ സ്വർഗത്തിൽ വസിച്ചു കൊണ്ടിരിക്കവേ എന്തിനാണ് ഭൂമിയിൽ വന്നത്? എന്തിനാ വന്നത്? ഹിദായത്താവുന്ന പണം ഉണ്ടാക്കാൻ. ആ പണം പരലോകത്ത് ചെലവാക്കും. അവിടെ നമ്മൾ അങ്ങനെ മനോഹരമായ ഉദ്യാനങ്ങളിൽ വസിക്കും ഈ പണം കൊണ്ട്. ഏതാവുന്ന പണം കൊണ്ട്? ഹിദായത്താവുന്ന പണം കൊണ്ട്. ഹിദായത്തിന് ഞാനിവിടെ പണത്തോട് ഉപമിക്കാം. ഇത് കൊണ്ടുപോയാൽ ഇഷ്ടം പോലെ അവിടെ ഉദ്യാനങ്ങളിൽ വസിക്കാൻ കഴിയും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കണം. എന്തുകൊണ്ട്? ഹിദായത്ത് നഷ്ടപ്പെട്ടു പോയാൽ കഴിഞ്ഞ്. നമ്മൾ ഇവിടെ മനോഹരമായ സൗകര്യങ്ങൾ പലയിടത്തും കാണുന്നുണ്ട്, അതിൽ നമ്മൾ ഏർപ്പെടില്ല. എന്തുകൊണ്ട്? അതിലൊക്കെ ഏർപ്പെട്ടാൽ നമ്മൾ വന്ന മുതൽ നഷ്ടപ്പെടും. ഏതാ വന്ന മുതൽ? ഹിദായത്ത്. ഇതാണ് ഇതാണ് ആ വാക്കിന്റെ ഉദ്ദേശാർത്ഥം.
ഇതാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹുവിന്റെ ദിക്ർ എന്ന് പറഞ്ഞാൽ ദിക്ർ ചെല്ലൽ അല്ല, ചെല്ലാതിരിക്കലും അല്ല, അള്ളാഹു എന്ന ചിന്തയിൽ ജീവിക്കലാണ്. ആ ചിന്തയിൽ ദിക്റല്ലലാണ്. മനസ്സിലാവുന്ന പറഞ്ഞത് ആ ചിന്തയാണ്. വളരെ ചിന്തിക്കണം. പ്രത്യക്ഷ കർമ്മങ്ങളല്ല ഈ ചിന്ത. പ്രത്യക്ഷ കർമ്മങ്ങൾ ഉണ്ടാവും ചെയ്യും. ഈ ചിന്ത ഉള്ളവന് പ്രത്യക്ഷ കർമ്മം ഉണ്ടാവും. നമ്മൾ സുബൈ നിസ്കരിച്ചിട്ടില്ലേ? എന്തുകൊണ്ട്? ആ ചിന്ത നമ്മളിലുണ്ട്. സുബൈന്റെ നമ്മൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ടില്ലേ? എന്തുകൊണ്ട്? ആ ചിന്ത ഉള്ളതുകൊണ്ട്. സുബൈനെ ദിക്റില്ലേ? ഉണ്ട്, ആ ചിന്ത ഉള്ളതുകൊണ്ട്. എന്നാൽ അത് മാത്രം മതിയോ? പോരാ. അതിന് ശേഷം ഇന്നലെ രാത്രി എന്തെങ്കിലും മോശത്തരം ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആ ചിന്ത ഉള്ളതുകൊണ്ട്. ഇന്നെന്തെങ്കിലും ചെയ്യാൻ പോകുന്നുണ്ടോ? ഇല്ല, എന്തുകൊണ്ട്? ആ ചിന്ത ഉള്ളതുകൊണ്ട്. ചിന്തിക്ക്. കേവലം 2 പ്രശ്നമുണ്ട് ഇവിടെ. ഒന്ന്, അതില്ലാതെ ജീവിക്കുക, ദിക്ർ എന്ന ചിന്ത ഇല്ലാതെ ജീവിക്കുക. 2, പ്രത്യക്ഷത്തിൽ ഉണ്ട് എന്നാൽ പരോക്ഷമായി ഇല്ല. തല്ലുണ്ടാക്കിയും പള്ളി കമ്മിറ്റി പിടിച്ചടക്കും. ഉദാഹരണം. നല്ലതല്ലേ? നല്ലതാണ്. നല്ലതാണോ? നല്ലതല്ല. പള്ളി കമ്മിറ്റി ആൾ നല്ലതല്ലേ? ആണ്. പക്ഷേ ജനങ്ങൾ അതിന്റെ സൗകര്യത്തിന് അവനെ ഏൽപ്പിക്കണം. ഞാൻ കണക്കുണ്ടെങ്കിൽ ആ കണക്കും കഴിയുകൊണ്ട് വൃത്തിയാകണം. അള്ളാഹ്ക്ക് വേണ്ടി അവനത് ചെയ്യണം. ചെയ്യുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല. അവൻ തന്നെ അതിന്റെ ആളാവുന്ന തെറ്റുണ്ടോ? ഇല്ല. എന്തിന്? മനസ്സിൽ കരഞ്ഞുകൊണ്ടായിരിക്കണം. എന്ത് റബ്ബേ, ഈ അമല് കൊണ്ട് എനിക്ക് പരലോകത്ത് നേടാവുന്ന നേട്ടം ഈ സ്ഥാനം വേറെ കൊടുത്താൽ നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന പേടിയിൽ ഓനെന്റെ പ്രസിഡന്റോ സെക്രട്ടറി മെമ്പർ ആയാൽ ആ മെമ്പറും പ്രസിഡന്റ് സെക്രട്ടറി പരലോകത്ത് ഉപകരിക്കും. അതല്ല, എന്റെ സ്ഥാനമാനം എനിക്കോ എന്റെ തറവാട്ടിനോ നഷ്ടപ്പെടരുത് എന്ന വിധത്തിലാണെങ്കിലോ അതവന് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മനസ്സ് തുറന്നാമീ പറ. അള്ളാഹു നമ്മളെ കാത്തു. ഇതെല്ലാം ഇതിൽപ്പെടും. പള്ളി കമ്മിറ്റി ഒരു ഉദാഹരണം പറഞ്ഞാണ്. അവർ നന്നായ നാടൊക്കെ ഉണ്ടാവുമല്ലോ. അവർ നന്നായാൽ പള്ളി കമ്മിറ്റി നന്നായാൽ നാടൊക്കെ ഉണ്ടാവും. മൊലിയൻ നന്നായാൽ നാട് നന്നാവും. 2 കൂട്ടർ നന്നാവേണ്ടേ ഉള്ളൂ. എന്റെ സമുദായത്തിൽ 2 വിഭാഗം ആളുകളുണ്ട്. ഇതാ സ്വലഹ, ആ 2 വിഭാഗവും നന്നായാൽ മനുഷ്യൻ ഓട്ടോമാറ്റിക്കലി നന്നാവും. ആ 2 വിഭാഗവും മോശമായാൽ മനുഷ്യർ ഓട്ടോമാറ്റിക്കലി നാശമാവും. ഏതാണ് 2 വിഭാഗം? അൽ ഉലമാ വൽ ഉമറാ. മുത്തു മുഹമ്മദ് മുസ്തഫ ഇവിടെ ചിന്തിക്കണം. വളരെ അല്ലാഹു എന്ന ചിന്ത അത് കേറണം. ഒരായത്തുമ്പോൾ തന്നെ 2, 3, 4 ആഴ്ചയും അതിൻ്റെ അപ്പുറം കൂടുന്നത് ഒരു കൊല്ലം കൂടാ എനിക്ക് പൂടിയ. പിന്നെയും വേറെ ആയത്തില്ല. എന്താ ഈ കാണിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നു വിചാരിച്ചത് ഒരു കൊല്ലം പറഞ്ഞാൽ തീരൂല. ആരെങ്കിലും ജീവിക്കാൻ തയ്യാറായാൽ റഹ്മാനായ അള്ളാഹുവിന്റെ ചിന്തയെ വിട്ട് ഒരാൾ ജീവിക്കാൻ തുടങ്ങിയാൽ നാം നിശ്ചയിച്ചു കൊടുക്കും ലഹു അവന് ശൈത്താനൻ ഒരു പിശാചിനെ ഈ പിശാച് ലഹു ഈ വ്യക്തിയോട് ഖരീൻ വിട്ടുപിരിയാത്ത കൂട്ടുകാരനാകും. എവിടെ? അള്ളാഹു നമ്മളെ കാക്കട്ടെ. മനസ്സ് തുറക്ക. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഈ ദുനിയാവിൽ അസ്തമിക്കാത്തവർക്ക് ഒരു ഉപകാരമുണ്ട്. എന്ത്? ഇന്നെങ്കിലും ഒന്ന് മാറുക. എന്തിലേക്ക് മാറുക? അള്ളാഹു എന്ന ചിന്ത. മരിച്ചവർക്ക് രക്ഷയില്ല. മരിച്ചവർക്ക് ഒരു രക്ഷയില്ല. പിശാച് കൂട്ടുകാരനായി പോയാൽ അവനെ രണ്ടാളും കൂടി ഒരുപോലെ നരകത്തിൽ പ്രവേശിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്കുക. വളരെ ചിന്തിക്കണം. വളരെ ചിന്തിക്കണം. വളരെ ചിന്തിക്കണം. ഈ പറഞ്ഞത് എന്താണ് എന്ന് നോക്കൂ. ഈ ആയത്തിനെ മഹാനായ ഹാഫിള് ഇബ്നു കസീർ റഹിമഹുല്ലാഹ്, അബുൽ ഫിദാ ഇസ്മായിൽ അദ്ദിമശ്ഖി ഹാഫിള് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്ത് നൽകുന്ന വ്യാഖ്യാനം പരിശോധിക്കുക. എല്ലാ പള്ളികളിലും ഉണ്ടാകുമല്ലോ തഫ്സീർ ഇബ്നു കസീർ. ഒന്ന് എടുത്ത് പരിശോധിക്കുക. ഹാഫിള് അബുൽ ഫിദാ ഇബ്നു കസീർ റഹിമഹുല്ലാഹ്, ഹാഫിള് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് എന്താണ് ഈ ആയത്തിൽ കൊടുക്കുന്ന വ്യാഖ്യാനം എന്ന് ചിന്തിക്കുക. ഈ പറഞ്ഞത് അല്ലത് ഒരുത്തനെ പറ്റിയാണ്. തഗാഫല, അവൻ അശ്രദ്ധ നടിച്ചു അനിൽ ഹുദാ, ഹിദായത്തിനെ തൊട്ട്. അവന്റെ ചിന്തയിൽ എന്തില്ല? ഞാൻ ഇവിടെ എന്തിനു വന്നതാണ് എന്നില്ല.
ഹിദായത്തിന് വേണ്ടി വന്നതാണ് എന്നില്ല. ചിന്തിക്ക്. ഒരുത്തൻ ഗൾഫ് പോയിട്ട് അധ്വാനിക്കാതെ കിടന്നുറങ്ങിയാൽ നാട്ടുകാർ മുഴുവനും അവനെ മോശക്കാരനായി മനസ്സിലാക്കും. അതേ സമയത്ത് അവൻ ദുനിയാവിൽ ലാവും പകലും കച്ചവടവും പൈസ ഉണ്ടാക്കിയും തിരിയാണെങ്കിൽ അവനെ പറ്റിയോ ബോധമുള്ളവനാന്ന് മനസ്സിലാക്കും. നിങ്ങളിവിടെ ഇല്ല, പുറത്തു പറയണ്ട. എന്തോ പറഞ്ഞു പോയോ? എന്തോ ഒന്ന് പറഞ്ഞു പോയോ? എന്തോ ഒന്ന് പറഞ്ഞു പോയോ? എന്തോ ഒന്ന് പറഞ്ഞു പോയോ? എന്ത് പറഞ്ഞേ? എന്തോ ഒന്ന് പറഞ്ഞു? എന്തോ പറഞ്ഞേ? എന്ത് പറഞ്ഞേ? ഒരാള് എന്തിനു വേണ്ടിയാണോ വന്നത് അതിനെ തൊട്ട് അശ്രദ്ധനായാൽ അതിൻ്റെ കാര്യം അവിടെ പറഞ്ഞത്. എന്തിനാണ് ഭൂമിയിൽ വന്നത്? എത്ര ആയത്തോതി എന്തിനാ ഭൂമിയിൽ വന്നത്? ഹിദായത്തിന്. എന്തിനാ ഭൂമിയിൽ വന്നത്? ഹിദായത്ത്. എന്തിനാ ഗൾഫിൽ പോയത്? പൈസ ഉണ്ടാക്കാൻ അല്ലേ? ശരി, ഒരാൾ ഗൾഫിൽ പോയി പൈസ ഒന്നും ഉണ്ടാക്കിയില്ല, ഉറക്ക വിസൊക്കെ പോയിട്ടുണ്ട്, ഉറങ്ങി. അവിടെ എത്താനാണ് പണി, എത്തിയാൽ പിന്നെ പണിയില്ലാന്ന് നേരത്തെ തന്നെ ഏജന്റ് പറയും ചെയ്തിരുന്നു. അങ്ങനെ ഉറങ്ങി, ഫുൾ ഉറങ്ങനെ. എന്തുണ്ടാക്കിയില്ല? വിസ ഉണ്ടാക്കിയില്ലെങ്കിൽ അവന്റെ ബാപ്പ പറയും ഒന്നിനും പറ്റാത്ത. അവന്റെ അമ്മൂസാക്ക പറയും എന്റെ കുട്ടി പെട്ടല്ലോ, എന്റെ കുട്ടി പെട്ടുപോയല്ലോ, എത്ര നല്ല കല്യാണം വന്നതാണ്, ഈ പോക്കണം കെട്ടവനായി പോയല്ലോ, കെട്ടിച്ചു. നാട്ടുകാർ പറയും, എല്ലാവരും പറയും, റസീറ്റ് കുറ്റി കയ്യിലുള്ള എന്നെ പോലെയുള്ള മൂല്യന്മാര് പറയും എളുപ്പം പോയിട്ട് കടന്നുറങ്ങാൻ അത്രേ തുറപ്പുണ്ടാക്കി നമുക്ക് ഇവിടെ നിന്ന് കയറായിരുന്നു. കാര്യമില്ല. എല്ലാവരും പറയും ഗൾഫിൽ പോയി പൈസ ഉണ്ടാക്കാതെ കടന്നുറങ്ങിയാൽ എല്ലാവരും കുറ്റം പറയും. നേരെ മറിച്ച് നിങ്ങളുടെ ഒരു എന്തിനാ ഭൂമിയാവുന്ന ഗൾഫിൽ വന്നത് പറയും മനുഷ്യന്മാര്. എന്തിനാണ് ഭൂമിയാവുന്ന ഗൾഫിൽ വന്നത്? ഭൂമി ഒരു ഗൾഫല്ലേ? സ്വർഗത്തിൽ വസിക്കുന്ന മനുഷ്യരെ ഇനി നിങ്ങളെ ഇവിടെ വേണ്ട, പോയിക്കോളൂ, നിങ്ങൾക്കൊരു ഗൾഫുണ്ട്, അവിടെ പോയിക്കോളൂ. എന്തിനാണ് അവിടെ പോകുന്നത്? കടന്നുറങ്ങാനല്ല. എന്തിനാ അവിടെ വന്നത്? ഹിദായത്തിന്. ശരി, ഗൾഫിൽ പോയി ഒരാൾ പൈസ ഉണ്ടാക്കാതെ കടന്നുറങ്ങിയാൽ പോക്കണം കെട്ടവൻ, മോശപ്പെട്ടവൻ, ബാപ്പ പറയും, അമ്മോശാക്ക പറയും, എല്ലാവരും പറയും. നേരെ മറിച്ച് ഒരാൾ ഭൂമിയിൽ വന്നു, എന്തിനാ വന്ന്? ഹിദായത്തിന്. ഹിദായത്തിനൊരു ശ്രദ്ധയില്ല, കച്ചവടം പൈസ ഇങ്ങനെ ഉണ്ടായാൽ അവന്റെ വാപ്പ പറയും പ്രശ്നേ ഞാൻ രക്ഷപ്പെട്ടു. അമ്മോശാക്ക പറയും അൽഹംദുലില്ലാഹ് എന്റെ കുട്ടി നല്ല കഞ്ഞിക്കലെത്തി. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് തവസ്സൽനാ ബിസ്മില്ലാഹ് وبالهادي رسول الله وكل مجاهد لله وأهل البدير يا الله صلاة الله سلام الله صلاة الله سلام الله على ياسين حبيب الله. മഹാനായ ഹാഫിള് ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു, പിശാചിനെ നിശ്ചയിച്ചു കൊടുക്കും എന്ന് പറഞ്ഞത് ആരെ പറ്റിയാണ്? ഹിദായത്താകുന്ന ഏറ്റവും മർമ്മത്തിനെ പറ്റി ഒരാൾ അശ്രദ്ധനായി കഴിഞ്ഞാൽ അവന് വരുന്ന ശിക്ഷയാണ് എന്ന് ഹാഫിള് ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് ഈ ആയത്തിന്റെ വ്യാഖ്യാനം. അപ്പൊ ഇവിടെ വന്നവൻ എന്താ ശ്രദ്ധിക്കേണ്ടത്? എന്ത് പോയാലും എന്ത് പോകരുത്. ഗൾഫ് പോയാൽ എന്ത് ചിന്തിക്കണം? എന്ത് പോയാലും പണി പോകരുത്. ഒരു പുതിയ പെണ്ണെ കൊണ്ട് കെട്ടിച്ച പെണ്ണ് എന്ത് വിചാരിക്കണം? എന്തൊക്കെ സൗന്ദര്യപ്പിണക്കുണ്ടായാലും തൊലാക്ക് എത്തരുത്. സൗന്ദര്യപ്പിണക്കുണ്ടാവും. സൗന്ദര്യപ്പിണക്കുണ്ടായാലേ വിവാഹ ജീവിതത്തിന് സന്തോഷം ഉണ്ടാവുള്ളൂ. കൂടരുത്. കൂടിയിട്ട് പിന്നെ തൊലാക്കിലാവരുത്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ വളരെ ശ്രദ്ധ എന്താ? ഞാനും ഉക്കാക്കയും നമ്മൾ തെറ്റരുത്. ചിന്തിക്ക്. കച്ചവടം തുടങ്ങിയിട്ട് ഇതിന്റെ എന്താണെങ്കിലും പൂട്ടരുത്. ഒരു വിദ്യാർത്ഥിയുടെ ഇതിന്റെ ചിലപ്പോൾ അധ്യാപകൻ പറഞ്ഞൊന്നും വിദ്യാർത്ഥി ചിലപ്പോൾ ശ്രദ്ധിച്ചു എന്ന് ശ്രദ്ധിച്ചാൽ തന്നെ പൂർണ്ണമാവില്ല. എഴുതി കൊണ്ടുവരാൻ പറഞ്ഞാൽ പൂർണ്ണമായി എഴുതി കൊണ്ടുവരാൻ കഴിയൂല. എന്നാലും എവിടേക്ക് എത്തരുത്.
പുറത്താക്കരുത്. ദുനിയാവാകുന്ന സ്കൂളിൽ വന്ന ഒരാള് ദുനിയാവിൽ നിന്ന് പുറത്താക്കരുത് എന്ന് ചിന്തിക്കണം. എന്താണ് ദുനിയാവിൽ നിന്ന് പുറത്താക്കുക? ദുനിയാവിൽ നിന്ന് പുറത്താക്കിയാലും ദുനിയാവ് തന്നെയാവും. അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ നിന്ന് പുറത്താക്കുക. എന്തിനാ വന്നത്? ഹിദായത്തിന്. എന്തിനാ വന്നത്? ഹിദായത്തിന്. എന്താ ലക്ഷ്യം? ഹിദായത്ത്. ഇത് ആർക്കെല്ലാം ഹിദായത്ത് ഒരു മർമ്മമായി തോന്നിയില്ലയോ അവന് വരുന്ന ശിക്ഷയാണ് എന്ന് അബുൽ ഹാഫിള് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ശ്രദ്ധിക്കണം. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഷെയ്ഖ് മുതവല്ലി ശഅറാബി റഹിമഹുല്ലാഹ് എന്ത് പറയുന്നു എന്ന് നോക്കാം. മഹാനായ ബഹുമാനപ്പെട്ട ഹാഫിള് ഇബ്നു കസീർ തങ്ങൾ ഈ ആയത്തിന് കൊടുക്കുന്ന വ്യാഖ്യാനം ഞാൻ നിങ്ങളെ കാണിച്ചു. ഇത് 20-ാം നൂറ്റാണ്ട് കണ്ട മഹാമുഫസ്സിറായ, പകരം വെക്കാനില്ലാത്ത തഫ്സീറിന്റെ ലോകത്ത് പകരം വെക്കാനില്ലാത്ത ചക്രവർത്തിയാണ് 20-ാം നൂറ്റാണ്ടിലെ മഹാനായ ഷെയ്ഖ് മുതവല്ലി ശഅറാബി റഹിമഹുല്ലാഹ്. ബഹുമാനപ്പെട്ടവർ തന്റെ തഫ്സീർ കിതാബിൽ ഈ ആയത്തിന് കൊടുക്കുന്ന വ്യാഖ്യാനം എന്താണെന്ന് നോക്കാം. എന്താ ഇതിനർത്ഥം? അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട് അവൻ തിരിഞ്ഞു കളയുക, അല്ലെങ്കിൽ അന്ധത നടിക്കുക. അള്ളാഹിന്റെ ദിക്റിനെ തൊട്ട്, അള്ളാഹുവിനെ തൊട്ടും അള്ളാഹുവിന്റെ ചിന്തയെ തൊട്ടും അശ്രദ്ധനാവുക. അപ്പോൾ അവൻ അശ്രദ്ധനായത് ഏറ്റവും അത്യാവശ്യമായ വിഷയത്തെ തൊട്ടാണ് അവൻ എന്തായത്? അശ്രദ്ധനായത്. നോക്കൂ, വളരെ ചിന്തിക്കണം. അള്ളാഹിന്റെ ദിക്റിനെ തൊട്ട് ഭൂമിയിൽ ഒരു മനുഷ്യൻ അശ്രദ്ധനായ, അവൻ അശ്രദ്ധനായത് എന്തിനെ തൊട്ടാണ്? അവൻ ഭൂമിയിൽ വന്ന ഏറ്റവും അത്യാവശ്യമായ കാര്യത്തെ തൊട്ട്. മനസ്സിലാക്കണേ പറഞ്ഞത്. അപ്പോൾ അവൻ അശ്രദ്ധനായിട്ടുള്ളത് ഏറ്റവും അത്യാവശ്യമായ വിഷയത്തെ തൊട്ടാണ്. അതിനെ തൊട്ട് അശ്രദ്ധനാവാൻ ഒരിക്കലും പാടില്ല. അങ്ങനത്തെ വിഷയത്തെ തൊട്ടാണ് അശ്രദ്ധനായത്. അല്ലെങ്കിൽ അത്രയും ഗൗരവമായ വിഷയത്തെ തൊട്ട് തിരിഞ്ഞു കളയാൻ പാടില്ല. അങ്ങനെ വന്നാലോ ഏറ്റവും അത്യാവശ്യ കാര്യത്തെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞാൽ എന്താ ഉണ്ടാകുക? അപ്പോൾ അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നിന്ന് തന്നെ ശിക്ഷിക്കും. അല്ലാഹു കാക്കട്ടെ. ഉറക്കപ്പറ അല്ലാഹു നമ്മളെ കാക്കട്ടെ. പരലോകത്തിൽ ശിക്ഷ എവിടെ തന്നെ ഉണ്ടാവും? പരലോകത്ത് വേറുണ്ടാവും. എവിടെ തന്നെ ഉണ്ടാവും? ദുനിയാവിൽ തന്നെ ഉണ്ടാവും. എന്താ? സപ്പോർട്ടിങ് പോയി. ആരുടെ ഭാഗത്തു നിന്നുള്ള? അള്ളാഹിന്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ടിങ് പോയി. അള്ളാഹിന്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ടിങ് ഉണ്ടായാൽ വളരെ. ഉദാഹരണം പറയാം, നമുക്ക് ഒരു കാര്യത്തിൽ ഒരു ജോലി കിട്ടണം. നമ്മൾ മന്ത്രിയുമായി പോയി കണ്ടു. മന്ത്രിയോട് പോയി പറഞ്ഞു എനിക്ക് ആ ജോലി കിട്ടേണ്ടിയിരുന്നു. അപ്പോൾ മന്ത്രി പറഞ്ഞു നേരിട്ട് ഈ ഓഫീസിൽ കൊണ്ടുവന്നതിനോട് കാര്യമില്ല, നീ നിൻ്റെ വില്ലേജ് ഓഫീസ് മുതൽ കടലാസ് ഇങ്ങനെ കേട്ട്, ഒരു പ്രശ്നമൊന്നുമില്ല. നീ അപ്പോൾ പറയാം അവിടുത്തെ ആളുകൾ എന്നെ അറിയില്ലല്ലോ, അതിന് പേടിക്കണ്ട. നീ ഈ കടലാസ് കയറി വരുന്ന ഏരിയയിലുള്ള ആളുകളൊക്കെ മുഴുവനും അവർക്ക് ഒരു ഇഷാറത്ത് കൊടുക്കാം, ഇന്ന ആൾ വന്നാൽ സൗകര്യം ചെയ്ത് കൊടുക്കണം. അങ്ങനെ അപ്പം വില്ലേജ് പോയാൽ, പിന്നെ തഹസിൽദാർ ഓഫീസ് പോയാൽ, പിന്നെ അതിൻ്റെ അപ്പുറത്ത് കലക്ട്രേറ്റ് പോയാൽ, പിന്നെ അതിൻ്റെ അപ്പുറത്തെ ഓഫീസ് പോയാൽ, പിന്നെ സെക്രട്ടേറിയറ്റ് പോയാൽ കടലാസ് ഇങ്ങനെ പുഷ്പം പോലെ പറന്ന് അങ്ങനെ പോകും. ഒരു ബുദ്ധിമുട്ടുമില്ല. 7 ദിവസം 14 ദിവസം കൊണ്ട് നടക്കാത്ത കാര്യം അരമണിക്കൂർ കൊണ്ട് ഇവന് നടന്നങ്ങനെ പോകും. എന്തുകൊണ്ട്? വകുപ്പ് മന്ത്രിയുടെ സപ്പോർട്ടിങ് ആ ഓഫീസിൽ ഇവന് വേണ്ടി ചെയ്യാൻ ആളുണ്ട്. ശരി, അർത്ഥം വെക്കി. ഏറ്റവും അത്യാവശ്യ കാര്യത്തിനെ തൊട്ട് അവൻ അശ്രദ്ധനായാൽ പിന്നെ അവൻ അശ്രദ്ധനായത് ഏറ്റവും ഭയാനകമായ, ഏറ്റവും കാര്യഗൗരവമായ വിഷയത്തെ തൊട്ടാണ്. അപ്പോൾ അല്ലാഹു തആല ദുനിയാവിൽ അവനെ ശിക്ഷിക്കും. എന്താണ് ശിക്ഷ? സപ്പോർട്ടിങ് നഷ്ടപ്പെട്ടു പോകും. സപ്പോർട്ടിങ് ഇല്ല. തഹജ്ജുദ് നിസ്കരിച്ചവർ ഇന്നലെ രാത്രി ആരും ഞാൻ ചോദിക്കണില്ല, നിസ്കരിച്ചിട്ടുണ്ടാവും. ഈ സദസ്സിൽ ഏകദേശമൊക്കെ നിസ്കരിച്ചിട്ടുണ്ടാവും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇനി ഞാൻ രണ്ടാമത്തെ കാര്യം പറയാം. നമ്മളെ ഈ നാടുകളിലൊക്കെ തഹജ്ജുദ് ഇന്നലെ നിസ്കരിക്കണം എന്നെങ്കിലും വിചാരിച്ചു കിടന്നിട്ടുണ്ടാവും. പക്ഷേ സുബഹിയും കൂടി കള്ളായിട്ട് എണീറ്റ്. എന്തുകൊണ്ട്? സപ്പോർട്ടിങ് ഇല്ല.
12 മണിക്കാണ് കിടക്കുന്നത്. 2-2:30 മണിയാപ്പഴത്ത് ഉറക്കം കഴിഞ്ഞ് 2.5 മണിക്കൂർ കൊണ്ട് ഉറക്കം കഴിഞ്ഞ് പിന്നെ ഉറക്കല്ല, ഒരു പ്രശ്നമില്ല, റാഹത്തായി എണീറ്റ് താഴ്ത്തു നിസ്കരിച്ച് മണിക്കൂർ കണക്കിനിരുന്ന് സ്വലാത്തിയല്ലേ ഖുർആൻ ഓടിയ ആ നേരത്തെ ഖുർആൻ ഉണ്ടല്ലോ, ആ നേരത്തെ ഖുർആൻ അത് ഏറ്റവും ഉത്തമമായ ഖുർആനാണ്. അത് നാവ് പറയുകയും ചെവി കേൾക്കുകയും ഹൃദയം ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഖുർആനാണ്. ഇന്നന യാ അയ്യുഹൽ മുസമ്മിൽ قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا إن ناشئة الليل هي أشد وطئا وأقوم قيلا. നേരത്തെ ഖുർആൻ വല്ലാത്ത മധുരമുള്ള ഖുർആന. നാവ് ഇങ്ങനെ മനോഹരമായി മൊഴിയും, ചെവി നല്ല പോലെ കേൾക്കും, ഹൃദയം നല്ല പോലെ ഉൾക്കൊള്ളും. അതാണ് വത്ത് എന്ന് പറഞ്ഞാൽ സംയോജനം. അതാണ് വത്ത്, സംയോജനം. സംയോജനം നടക്കും. നാവ് ഓൻ്റെ ഓത്ത് ആരാണ് ആദ്യം കേൾക്കുക? അവൻ്റെ ചെവി തന്നെ കേൾക്കും, എന്നിട്ട് അവൻ്റെ ഹൃദയം തന്നെ ഉൾക്കൊള്ളും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചേർച്ച നടക്കും, ഭയങ്കര ചേർച്ച. പിന്നെ നല്ലോണം ജീവിക്കാൻ കഴിയും. പക്ഷേ എണീക്കാൻ കഴിഞ്ഞില്ല. ആര് എന്തില്ല? സപ്പോർട്ടില്ല. മറ്റത് സ്വാലിയായ ജിന്നുകളുണ്ടാവും, അല്ലെങ്കിൽ മലക്കുണ്ടാവും. എണീച്ചളാ, മലക്കൊന്ന് തൊട്ടാൽ മതി, ഉറക്കുപോയി. പല രാത്രികളിലും ഉറക്ക് നമുക്ക് കുറഞ്ഞ നേരം കൊണ്ട് ഉറക്ക് പോകുന്നതിൻ്റെ കാരണം അള്ളാഹുവിൻ്റെ മലക്ക് തൊട്ടിട്ടുണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇല്ലേ, നിങ്ങൾക്ക് അങ്ങനത്തെ അനുഭവമല്ലേ? ജീവിതത്തിൽ കുറഞ്ഞ നേരം കൊണ്ട് എന്ത് പോയി? ഉറക്ക് കഴിഞ്ഞു, പിറ്റേന്ന് ക്ഷീണമില്ല. പിന്നെ കൈലൂലത്തിൻ്റെ നേരത്ത് കുറച്ചൊന്ന് കിടക്കും, ഒരു പ്രശ്നമില്ല. ചില ആളുകൾക്കോ 8 മണിക്കൂർ ഉറങ്ങി വന്നതാണ്, രാവിലെ സിമ്മയോ അല്ലെങ്കിൽ പെണ്ണുങ്ങളോ ചവിട്ടി വിളിച്ച് എന്നിട്ട് എണീറ്റ് വന്നാലും കുളിക്കാൻ തോന്നണില്ല. രാത്രിയിലെ ജനാപത്ത് 8 മണിയായിട്ടും ബാക്കിയാണ്. അവൻ പത്രം കൊണ്ട് പിന്നെ സിറ്റ് ഔട്ടിലിരുന്ന്, ഇന്ന് സിറ്റ് ഔട്ടിൽ ആദ്യം ഇരുന്നതും ഇവൻ തന്നെ, നാളെ ഇരുന്നതും ഇവൻ തന്നെ, മറ്റന്നാൾ ഇരുന്നതും ഇവൻ തന്നെ, എന്നും ഇവൻ തന്നെ. അതുകൊണ്ട് അള്ളാന്റെ റഹ്മത്തിന് മലക്ക് അവിടെ വരൂല. എന്തുകൊണ്ട്? രാത്രി തുടങ്ങിയ ജനാപത്ത് ഇപ്പോഴും അവന് തീർന്നിട്ടില്ല. ഇപ്പോഴും അവന് ഇങ്ങനെ കുറച്ചൊന്ന് വായിച്ച് പത്രം അവിടെ വെച്ച് എന്നിട്ട് ആ ചാരുകസയിൽ അങ്ങനെ ഇനി അങ്ങനെ 8 മണിക്കൂർ ഉറങ്ങിപ്പോന്നതാ, ഇപ്പോഴും ഉറങ്ങന്നെ. എന്തേ ഉറക്കം പോരാ. 9 മണിയായ താക്കോലും കൊണ്ട് പെണ്ണുങ്ങൾ വന്ന് തല്ലും. എനിക്കും എൻ്റെ കുട്ടികൾക്കും ജീവിച്ചു കൊണ്ടതാ. നിങ്ങൾ എന്നെങ്കിലും ഒന്ന് പോയിട്ട് ആ പീടിയ തുറക്കി മനുഷ്യാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നോക്കുമ്പോൾ എന്തായി? അതോ നമ്മൾ പണിക്കാരൻ വരാൻ നേരമല്ലോ. പണിക്കാരൻ ഒരു ദിവസം വരുന്ന മിനിറ്റ് വെറുതെ ഇരിക്കണവന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പോയും. അങ്ങനെ തന്നെ പോയും. ജനാപത്ത് ഇപ്പോഴും കുളിച്ചിട്ടില്ല. അവൻ വേഗം താക്കോലും കൊണ്ട് പാഞ്ഞു. എന്തുകൊണ്ടെന്നറിയോ? പണിക്കാരൻ 10 മിനിറ്റ് വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് സെബുൽ മുബിക്കാത്തിൽപ്പെട്ടതാണെന്ന് അവൻ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് വീഡിയോ വന്നത്. അതിനെ വീഡിയോ വന്നത് ജനാപത്തുകാരൻ. ഇവനൊന്ന് ചത്ത് കിട്ടിയാൽ ആ കുടുംബം രക്ഷപ്പെടും. പിന്നെ ചത്ത് കിട്ടിയ ആ കുടുംബം രക്ഷപ്പെടും. ഒന്നും വിചാരിക്കരുത്. ഇത് കേൾക്കാനാണോ ഞങ്ങൾ വന്നതെന്ന് തോന്നണ്ട. ഇത് പറയാനാണ് ഞാൻ വന്നത്. എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഇരുന്നാൽ മതി, ഇല്ലെങ്കിൽ വലിയ വാതിലുണ്ട്, ഇങ്ങനെയാണ് പോയിക്കോ, ഇങ്ങനെയും പോകാം. ഇത് പറയാനാണ് ഞാൻ വന്നത്. എന്തിനൊന്നാലും കുറച്ചല്ല, ഇത് പറയാനാണ് ഞാൻ വന്നത്. ചത്ത് കിട്ടിയാൽ ആ കുട്ടികൾ രക്ഷപ്പെടും. ആരെങ്കിലും എത്തിമക്കളെന്ന് വിചാരിച്ച് ഒന്നും കൊടുക്കാത്തത് എത്തിമക്കളല്ലാത്തതുകൊണ്ടാണ്. ഇവൻ എങ്ങാനും ഒന്നാണ് ചത്ത് കിട്ടിയ ആ കുട്ടികളെ KMCC പോയിട്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടന ഉണ്ടോ, ഏതെങ്കിലും സാജാരി ഫണ്ടോ KMCC ഫണ്ടോ എന്തെങ്കിലും ഉണ്ടാവും കുട്ടികളെ പോറ്റാൻ. അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നല്ല കൊണ്ടയാക്കി അറ്റങ്ങൾ വലിയ ആളുകളായി വരും. ഇനിയിപ്പം ചാവണ്ടേ? ഇവൻ ചത്തിട്ടില്ല. എന്താ കുടുംബം രക്ഷപ്പെടാത്തത്? ഇവൻ ചത്തിട്ടില്ല. ഇവൻ ചത്താ കുടുംബം രക്ഷപ്പെടും. എന്താ കുഴപ്പം? ഇവൻ വലിയ ആളാ, അവിടുത്തെ യോഗങ്ങളൊക്കെ വലിയ നടക്കൂല. വലിയ ആളാ, ഇവൻ ആ വാർഡിലെ വലിയ ആളാ, ഇവൻ ആ ഏരിയ വലിയ ആളാ. അതുകൊണ്ട് ഇവൻ അവിടുത്തെ എല്ലാ കമ്മിറ്റികളിലും ഉണ്ട്. എന്തുകൊണ്ട് കമ്മിറ്റികൾ ഉണ്ടായി? ഇവനെ കമ്മിറ്റി കൂട്ടിയിട്ടില്ലെങ്കിൽ കുത്തിത്തിരിപ്പുണ്ടാക്കും. കാരണം ഇവന്റെ കൂടെ വലിയ ആളുണ്ടല്ലോ. ആര്? ശൈത്താൻ.
ഇവനെ കൂട്ടാതെ ഒരു പള്ളി കമ്മിറ്റിയോ മദ്രസ കമ്മിറ്റിയോ ഏത് കമ്മിറ്റിയും ഇവനെ കൂട്ടാതെ ഉണ്ടാക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? ഇവൻ കുത്തിത്തിരിപ്പുണ്ടാക്കും. കുത്തിത്തിരിപ്പിൽ ഇവൻ മാസ്റ്റർ ഡിഗ്രി നേടിയ ആളാണ്. എന്തുകൊണ്ട്? വലിയ കുത്തിത്തിരിപ്പൻ ഇവന്റെ കൂടല്ലേ. ഒരാളെ അള്ളാഹ് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരാളെ അള്ളാഹ് ഏൽപ്പിച്ചു കൊടുത്താൽ പിന്നെ അങ്ങനെയുണ്ട് ഒരു സംഭവം. ഈ പ്രാവിനെ കൊണ്ടുവരുന്നൊരു കൂട്ടരുണ്ടാവും. അവരുടെ കയ്യിൽ ഒരു പ്രാവുണ്ടാവും. പ്രാവ് നായാട്ടുണ്ട്. പഴയ കാലത്ത് പ്രാവിനെ പിടിക്കാൻ പോണ ആളുകളുണ്ട്. ഈ എന്താ പറയാ, മൺചട്ടിയും കലമൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്ക് അത് പണി കഴിഞ്ഞാൽ പിന്നെ പ്രധാനമായി പണി രണ്ടെണ്ണ. ഒന്നവര് മുയലിനെ നായാടും, രണ്ടവര് പ്രാവിനെ പിടിക്കും. പ്രാവിനെ പിടിക്കാൻ പോകുന്ന ആളുടെ കയ്യിൽ എന്തുണ്ടാവും? ഒരു പ്രാവുണ്ടാവും. ഒരു പ്രാവില്ലാതെ പ്രാവിനെ കിട്ടൂല. ആ പ്രാവിനെ വില കൊടുത്തെങ്കിലും വാങ്ങണം, ഇല്ലാതെ കാര്യമില്ല. ഒരു പ്രാവുണ്ടായാലോ? ഒരു പ്രാവുണ്ടായാൽ ഇനി പ്രാവിനെ കിട്ടും. അതെങ്ങനെയാ? ഒരു പ്രാവുണ്ടായാൽ മതി. ആ പ്രാവ് ഇങ്ങനെ കുറുകിനനുസരിച്ച് വേറെ പ്രാവ് ഇങ്ങനെ വരും. സത്യത്തിൽ വാങ്ങിയത് ഒരു പ്രാവ, പിന്നെ ജോഡികളായി. ഇനി അർത്ഥം വെച്ചാക്കളി ലഹു ശൈത്താനൻ. അള്ളാഹ് കൊടുത്തത് ഒരു പ്രാവിനാ. പിന്നെ ഇതിങ്ങനെ കുറുകുമ്പോ ഇങ്ങനെ കയറി വരും കുറെ ആള്. ഇവന്റെ പടിയൊക്കെ. അതുകൊണ്ട് ഒരു പള്ളി കമ്മിറ്റിയും ഇവനുണ്ടെങ്കിൽ നല്ല നിലയ്ക്ക് പിരിയില്ല. കാരണം കുത്തിത്തിരിപ്പന്മാർ 1, 2, 3, 10 അല്ല അങ്ങനെ ഇരിക്കുന്നത്. ചിന്തിച്ചെന്തായി പറഞ്ഞു. അവൻ ഇവിടെ അശ്രദ്ധനായിട്ടുള്ളത് ഏറ്റവും ഗൗരവമായ വിഷയമാണ്. ഗൗരവമായ വിഷയത്തെ തൊട്ട് അശ്രദ്ധനാകാൻ ഒരാൾക്കും പാടില്ല. ഒരാണിനും പാടില്ല, ഒരു പെണ്ണിനും പാടില്ല. ഒരാണിനും പാടില്ല, ഒരു പെണ്ണിനും പാടില്ല. എന്തിനെ തൊട്ട് അശ്രദ്ധനാകാൻ പാടില്ല? ഏറ്റവും അത്യാവശ്യ കാര്യം എന്താ? ഏറ്റവും അത്യാവശ്യ കാര്യം ഹിദായത്ത്. ما في قلبي غير الله على النبي صلى الله لا إله إلا الله حسبي ربي جل الله ولأنه غفل عن شيء هام. ഏറ്റവും അത്യാവശ്യ കാര്യത്തെ തൊട്ടാണ് ഇവൻ അശ്രദ്ധനായത്. لا ينبغي أن يغفل عنه. അതിനെ തൊട്ട് ഒരിക്കലും അശ്രദ്ധനാവാൻ പാടില്ലാത്ത കാര്യത്തിനെ തൊട്ട് അശ്രദ്ധനായി. അല്ലെങ്കിൽ ഒരിക്കലും തിരിഞ്ഞു കളയാൻ പാടില്ലാത്ത കാര്യത്തിനെ തൊട്ടാണ് ഇവൻ തിരിഞ്ഞു കളഞ്ഞത് കൊണ്ട് ദുനിയാവിൽ തന്നെ അവനെ അള്ളാഹു ശിക്ഷിക്കും. അതാണ് അവന്റെ സപ്പോർട്ടിങ് എടുത്തു കളയുന്നത് മാത്രമല്ല, ഒരു ഓഫീസിലുള്ള എല്ലാ ഓഫീസിലുള്ള ആളുകൾക്കും ഇവനോട് എതിരായിരിക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. ഏത് ഖൈറിന്റെ സ്ഥലത്തും അവൻ ഒഴിവായിരിക്കും. അവൻ ഞാൻ തയ്യാറാക്കി കൊടുക്കും. ഷൈത്താനൻ ഒരു പിശാചൻ. നുഹയ്യിലഹു അവൻ ഞാൻ ഒരുക്കി കൊടുക്കും. ഷൈത്താനൻ ഒരു പിശാചിന്. മുനാസിബുല്ലഹു ആ പിശാച് ഇവൻ്റെ കൂടെ ഉണ്ടാവും. യുളില്ലുഹു അവനെ പേപ്പിച്ചുകൊണ്ടും വയുവസ്വിസുലഹു അവന് വിശ്വാസമാക്കിക്കൊണ്ടും അവൻ്റെ കൂടെ ഉണ്ടാവും. എന്തുകൊണ്ട്? ഒരിക്കലും അശ്രദ്ധനാകാൻ പാടില്ലാത്ത കാര്യത്തെ തൊട്ടാണ് ഇവൻ അശ്രദ്ധനായത്. അല്ലാഹു കാക്കട്ടെ. എന്നിട്ട് ഷെയ്ഖ് മുത്തവല്ലി ഷാറബി തങ്ങൾ പറയാണ്, ഇവിടെ വമൻ യഅ്ശു അൻ ദിക്രി റഹ്മാൻ എന്ന വാക്കല്ലേ പറഞ്ഞത്. റഹ്മാൻ എന്ന വാക്കുകൊണ്ട് ഇവിടെ മനസ്സിലാക്കാം, റഹ്മാൻ എന്ന് പറഞ്ഞാൽ വഴിപ്പെട്ടവനും കൊടുക്കും എന്നല്ല അതിൻ്റെ അർത്ഥം. എന്നിട്ട് അവർ പറയാണ്, അല്ലാഹു തആലക്ക് ഒരു സൃഷ്ടിയെയും ആവശ്യമില്ല. അള്ളാഹുവിന് മനസ്സിലായില്ല. ഇവിടെ റഹ്മാൻ എന്ന് പറഞ്ഞത് വെച്ചിട്ട് അവർ പറയാണ്, അള്ളാഹുവിന് ഒരു സൃഷ്ടിയെയും ആവശ്യമില്ല. ഇങ്ങോട്ടൊക്കെ അള്ളാഹുവിനൊരു സൃഷ്ടിയെയും ആവശ്യമില്ല. വഹുവ അല്ലാഹു തആല റബ്ബുൽ മുഅ്മിനി വ റബ്ബുൽ കാഫിരി. അല്ലാഹു തആല മുഅ്മിന്റെ റബ്ബാണ്, കാഫിറിന്റെ റബ്ബാണ്. ലിദാലിക അതുകൊണ്ട് അല്ലാഹു തആല യുഈനു സഹായിക്കും കുല്ലൻ മുഅ്മിനെയും കാഫിറിനെയും അലാ മാ യുരീദു അവൻ ആഗ്രഹിക്കുന്നതനുസരിച്ച്. അല്ലാഹ് മനസ്സിലായില്ല. അല്ലാഹു തആല മുഅ്മിന്റെ റബ്ബാണ്. ഒന്ന് ഉറക്ക എന്താണ് ഇരിക്കുന്നത്? അള്ളാഹ് മുഅ്മിന്റെ റബ്ബാണ് എന്നും കൂടെ ഉണ്ട്. എന്തിന്റെ വാക്കിന്റെ ഉള്ളിൽ? റഹ്മാൻ. റഹ്മാൻ എന്ന് പറഞ്ഞാൽ വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും സൗകര്യം ചെയ്തു കൊടുക്കുന്നവനാണല്ലോ ആര്? റഹ്മാൻ. ഈ ആയത്തിന്റെ ഉള്ളെടുത്ത് പറയാണ്, ഇവിടെ റഹ്മാൻ എന്നാണല്ലോ പറഞ്ഞത്. അതിന്റെ അർത്ഥം വഹുവ റബ്ബുൽ മുഅ്മിനി റബ്ബുൽ
കാഫിരി. അല്ലാഹു തആല മുഅ്മിനിന്റെ റബ്ബാണ്, കാഫിറിന്റെ റബ്ബാണ്. ലിദാലിക അത് കാരണത്താൽ യുഈനു അല്ലാഹു സഹായിക്കും കുല്ലൻ എല്ലാവരെയും അലാമായി യുരീദു അവർ ഓരോരുത്തരും ആഗ്രഹിക്കുന്നതനുസരിച്ച്. ഫമൻ അറാദൽ ഹിദായ അഅനഹു അലൈഹാ വഖസാദഹു മിൻഹാ വമൻ അറാദൽ കുഫറ ഖതമ അലാ ഖൽബിഹി ബിഹൈതു ലാ യദ്ഖുലുഹു ഈമാൻ. നഊദു ബില്ലാഹ്. വമൻ അറാദൽ ഹിദായ ഒരാൾ ഹിദായത്താണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അഅനഹു അലൈഹാ അവൻ അല്ലാഹു തആല ഹിദായത്തിന് വേണ്ടി ഒന്ന് വേഗം വരും കുട്ടികളെ, ഒന്ന് ഇതിന്റെ കൂടെ പറഞ്ഞ് മനപ്പാടാക്കും പോലെ പഠിക്ക്. ഇവിടെ റഹ്മാൻ എന്നല്ലേ പറഞ്ഞത്? റഹ്മാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? വൈപ്പെട്ടോനും കൊടുക്കും. എന്ത് കൊടുക്കും? അല്ല കുട്ടിയെ, ഇതായിട്ടാണോ കൊടുക്കുക? വൈപ്പെട്ടോനും കൊടുക്കും, വൈപ്പെടാത്തോനും കൊടുക്കും. എന്ത്? അവരവർ ആഗ്രഹിക്കണം. അങ്ങനെ അള്ളാഹ് സഹായിക്കും. റഹ്മാൻ റബ്ബ് സഹായിക്കുമല്ലോ കുല്ലൻ എല്ലാവരെയും. അലാമാ യുരീദു ഓരോരുത്തരും ഉദ്ദേശിക്കുന്നതനുസരിച്ച്. ഫമൻ അറാദൽ ഹിദായ ഒരാൾ ഹിദായത്തിനെ ഉദ്ദേശിച്ചാൽ അഅനഹു അവനെ അല്ലാഹു സഹായിക്കും അലൈഹ ഹിദായത്തിന് മേൽ വസാദഹു മിൻഹാ ഹിദായത്ത് ആഗ്രഹിക്കുന്നവർക്ക് അല്ലാഹുവിനെ സ്വന്തമായി അല്ലാഹു തആല കൂട്ടി കൊടുക്കും ചെയ്യും. വമൻ അറാദൽ കുഫ്ര ഒരാൾ ഹിദായത്ത് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ഖതമ അലാ ഖൽബിഹി അവന്റെ ഹിദായത്തിന് മേൽ അല്ലാഹു തആല സീൽ വെക്കും. അവന് കച്ചവടം ഉദ്ദേശമുള്ളൂ, അവന് പൈസ ഉണ്ടാക്കലേ ഉദ്ദേശമുള്ളൂ, അവന് പുരകേറ്റലേ ഉദ്ദേശമുള്ളൂ, അവന് റാഡോ കെട്ടലേ ഉദ്ദേശമുള്ളൂ, ആളെ മുന്നിൽ വലിയതാണെന്നേ ഉദ്ദേശമുള്ളൂ. എന്തുദ്ദേശമില്ല? ഹിദായത്ത് ഉദ്ദേശമില്ല എങ്കിൽ ഖതമ അലാ ഖൽബിഹി അവന്റെ ഖൽബിന്റെ മേൽ അല്ലാഹു തആല സീൽ വെക്കും. ബിഹൈതു ഒരു നിലക്ക് സീൽ വെക്കും. ലാ യദ്ഖുലുഹു ഈമാനുൻ ആ ഹൃദയത്തിലേക്ക് പിന്നെ ഈമാൻ പ്രവേശിക്കുകയും ഇല്ല. വലാ യഖ്റുജു മിൻഹുൽ കുഫ്റു ആ ഹൃദയത്തിലുള്ള കുഫ്ർ ഒരു കാലത്തും പുറത്തു പോവുകയും ഇല്ല. മനസ്സിലായില്ലേ? ഒന്നുകൂടി പറയും. അല്ലാഹു റഹ്മാനായ റബ്ബായതുകൊണ്ട് റഹ്മാന്റെ അർത്ഥം എന്താ? വഴിപ്പെട്ടവരെയും വഴിപ്പെടാത്തവരെയും സഹായിക്കും. എന്തിന് സഹായിക്കും? ഓരോരുത്തരും ഉദ്ദേശിക്കുന്ന അനുസരിച്ച് സഹായിക്കും. ഒമൻ അറാദൽ ഹിദായ ഒരാൾ ഹിദായത്താണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അഅനഹു അലൈഹ ഹിദായത്തിന് മേൽ അല്ലാഹു തആല സഹായിക്കും. വസാദഹു മിൻഹാ അല്ലാഹു തആലയുടെ വക അല്ലാഹുവിന്റെ സ്വന്തം ആളല്ലേ, അപ്പൊ അല്ലാഹു തആല അവന്റെ വക എന്ത് ചെയ്യും? കൂട്ടി സാദ ഹിദായത്ത് സഹായിക്കും ചെയ്യും. വസാദ അല്ലാഹുവിന്റെ വകയായി അല്ലാഹു തആല ഹിദായത്ത് കൂട്ടി കൊടുക്കും ചെയ്യും. വമൻ അറാദൽ കുഫ്ര ഒരാൾ ഹിദായത്ത് ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഖതമ അലാ ഖൽബിഹി അല്ലാഹുവിന്റെ അർശല്ലേ ഖൽബ്, അത് പിന്നെ അവന് വേണ്ടല്ലോ, അവിടെ അല്ലാഹു സീൽ വെക്കും. ഈ ബോഡിയിൽ അല്ലാഹു സീൽ വെക്കുന്ന സ്ഥലത്താ. കാരണം ഇതെന്താ? അർശ് റഹ്മാനല്ലേ കുട്ടികളെ. നിങ്ങളോട് ഈ 86 ക്ലാസ്സിൻ്റെ ഉള്ളിൽ എത്ര വട്ടം ഞാൻ പറഞ്ഞു ഇതെന്താണ്? അർശ് അള്ളാന്റെ സിംഹാസനല്ലേ ഇത് പിന്നെ അവന് വേണ്ടല്ലോ. ഇത് അള്ളാന്റെ മുതലല്ലേ. ഇവിടെ പിന്നെ അള്ളാഹ് എന്ത് ചെയ്യും? സീലക്കും. സീലച്ചാലോ സീലച്ച് കഴിഞ്ഞാൽ പിന്നെ അയക്കൊന്നും അങ്ങോട്ട് കയറ്റാനും കഴിയില്ല, അതിനുള്ളതൊന്നും എടുക്കാനും കഴിയില്ല. ഒരാൾ ജപ്തി ചെയ്താൽ ഒരു കമ്പനിയോ മറ്റോ ഒരു ബാങ്കോ ഒരു എന്തോ സർക്കാരോ ഒരാളെ വീടോ മറ്റോ സാധനമോ പീടിയോ സീലച്ചാൽ ഇനിയൊരു സാധനം അതിൻ്റെ ഉള്ളിൽ ഇടാൻ കഴിയില്ല, അതിൻ്റെ ഉള്ളിൽ സാധനം പുറത്തേക്ക് ഇടാൻ കഴിയില്ല. ആ ഹൃദയത്തിലേക്ക് പിന്നെ ഈമാൻ കിടക്കുകയും പ്രവേശിക്കുകയില്ല. ആ ഹൃദയത്തിൽ നിന്ന് കുഫ്ർ പുറത്തു പോവുകയും ഇല്ല. എന്റെ ഹൃദയത്തിന് മേൽ ആര് സീൽ വെച്ച്? അല്ലാഹ്. എപ്പോഴാ സീൽ വെക്ക? ഹിദായത്ത് അവന് ലക്ഷ്യമേ അല്ല. ഹിദായത്ത് അവന് ലക്ഷ്യമേ അല്ല. പിന്നെന്തേ? പൈസ ഉണ്ടാക്കണം, മലയാളിയാണ്, ബമ്മാട് കെട്ടണം, റാഡോ കെട്ടണം, വലിയ ആളാണ്. ആഴ്ചയിൽ വണ്ടി മാറ്റണം എന്നല്ലാതെ യാതൊരു വിഷയവും ഇല്ല. ആഴ്ചയിൽ പുതിയ അമൽ തുടങ്ങണം എന്ന ഉദ്ദേശമില്ല. ആഴ്ചയിൽ വണ്ടി മാറ്റണം എന്നല്ലാത്ത താല്പര്യം ഇല്ല, വേറെ ഉദ്ദേശമില്ല. ഒരാൾക്ക് ഹിദായത്താണ് ഉദ്ദേശമെങ്കിൽ ഹിദായത്തിന് അല്ലാഹു സഹായിക്കും. അള്ളാഹുവിന്റെ വക ഹിദായത്തിനെ ഉറക്കെ പറ, അള്ളാഹിന്റെ വക ഹിദായത്തിനെ കൂട്ടിക്കൊടുക്കുകയും ചെയ്യും. വമൻ അറാദൽ കുഫ്ര ഒരാൾക്ക് ഹിദായത്ത് ഉദ്ദേശമില്ലെങ്കിൽ ഖതമ അലാ ഖൽബിഹി അല്ലാഹു ഖൽബിൽ എന്തുണ്ട്? ഒരാളെ കച്ചവടപ്പേടിയാ എപ്പോഴാ ബാങ്ക് സീൽ വെക്കുക? അയ്യയ്യയ്യേ, ബാങ്കിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് കച്ചവടം തുടങ്ങിയത്, അടവോട്ട് ചെന്നിട്ടുമില്ല. അപ്പം അതിൻ്റെ ഉള്ളിലുള്ള ആരാ മുതലാ? ബാങ്കിൻ്റെ മുതല. അതുകൊണ്ട് ഇനി ആശാക്കണ്ട, കഴിഞ്ഞു, സിലിച്ച്. ഇനി അവൻ്റെ പണി നടക്കണ്ട, സിലിച്ചു. ഹൃദയത്തിൽ ദൊക്ക വിട്ടുവരും. എവിടെ സിലക്കും? ഇവിടെ. എന്തുകൊണ്ട്? ഖൽബ് എന്ന് പറഞ്ഞാൽ റഹ്മാൻ റബ്ബിന്റെ അർശാണ്. ഇപ്പോൾ അവിടെ വാഴുന്നത് റഹ്മാൻ അല്ല, പിന്നാരാ?
പിന്നെ ആരാ? ശൈത്താൻ. അപ്പോൾ ആര് സ്വീകരിച്ച്? പിന്നെ ഒരു നന്മയും പ്രവേശിക്കുകയില്ല, ഒരു തിന്മയും വർജിക്കാൻ കഴിയുകയും ഇല്ല. പിന്നെ അങ്ങനെ ചത്തു. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് ശ്രേഷ്ഠന്മാരെ സദസ്സിൽ പങ്കെടുക്കുക. അവർക്കല്ലാതെ കൽബിനെ തുറന്നു തരാൻ കഴിയില്ല. ഇനി ഒരാൾക്ക് കൽബ് തുറക്കും, അള്ളാഹിനോട് പറഞ്ഞിട്ട് അവൻ്റെ കൽബ് തുറന്നു കൊടുക്കും. ആര് തുറന്നു കൊടുക്കും? ശ്രേഷ്ഠന്മാർ തുറന്നു കൊടുക്കും. അബുൽ അബ്ബാസിൽ മുർസി റഹ്മത്തുള്ളാഹി അലൈഹി തുനീഷ്യയിൽ മഹാനായ അബുൽ ഹസൻ അശ്ശാദുലി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ എന്തോ ഇവിടുന്ന് പോകണം. അത്രയും വലിയ മഹാനാണ് അബുൽ ഹസൻ അശ്ശാദുലി. അത്രയും വലിയ ആളാ. അവരുടെ ഖദറൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. അത്രയും വലിയ മഹാനാണ് അബുൽ ഹസൻ അശ്ശാദുലി. അവരൊക്കെ മശായിഖന്മാരുടെ കൂട്ടത്തിലെ കേമന്മാരാണ്. അവരൊക്കെ വലിയ വലിയ കേമന്മാരാണ്. അബുൽ ഹസൻ അശ്ശാദുലി, അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി, ഷെയ്ഖ് മുഹദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി, സുൽത്താൻ ആരിഫിൻ അഹ്മദ് കബീർ റിഫായി, ഖാജ മുഈദുൽ ചിശ്തി, ഇവരൊക്കെ ലോകത്തെ വലിയ 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 അഖ്താബുകളാണ്. അവരുടെ സ്ഥാനങ്ങൾ അല്ലാഹു തആല കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസിൽ മുർസി റളിയല്ലാഹു അൻഹു എന്ന ബാല്യക്കാരൻ അബുൽ ഹസൻ അശ്ശാദുലി തങ്ങൾ തുണീഷ്യയിൽ എത്തിയിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവരെ കാണാൻ വേണ്ടി പോയി. കയറി ചെന്നു. രാവിലെ കയറിച്ചില്ല. ഒരു രാവിലെ ഇങ്ങനെ ചെറിയൊരു വെളുപ്പിന് ഇങ്ങനെ കയറി ചെന്നപ്പോൾ കുട്ടീനെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അന റബ്ബിക മിൻ 10 സനവാത്ത്, എന്നെ നന്നാക്കണം. അപ്പോൾ പറഞ്ഞേ, നിന്നെ 10 കൊല്ലമായി ഞാൻ നന്നാക്കിക്കൊണ്ടിരിക്കുക. 10 കൊല്ലമായി പടച്ചോൻ എന്നെ എനിക്ക് വിട്ടുന്നിട്ടുണ്ട്, ഞാൻ നന്നാക്കിക്കൊണ്ടിരിക്കുക. എത്ര കൊല്ലായി? 10 കൊല്ലായി. അബുൽ അബ്ബാസുൽ മുർസിയാണ് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്ശാദുലിയുടെ റളിയല്ലാഹു അൻഹുമ ലക്ഷണമൊത്ത ഖലീഫ. അവർ വലിയ തൊയ്യാറ പറക്കണ വലിയാണ് ആര്? അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു. അവരുടെ ഷെയ്ഖാണ് ആര്? അബുൽ ഹസൻ അശ്ശാദുലി തങ്ങൾ. ഷാദുലി തങ്ങളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഷാദുലി തങ്ങളോട് പറഞ്ഞു, എന്നെ നന്നാക്കി തരണം. അപ്പോൾ പറഞ്ഞേ, എങ്ങനെ ഇനി പുതിയൊരു നന്നാക്കൽ? അന റബ്ബൈതുക മിൻ 10 സനവാത്ത്, ഞാൻ എന്നെ നന്നാക്കിക്കൊണ്ടിരിക്കുക. എത്ര കൊല്ലായി? 10 കൊല്ലായി ജിന്റെ തർബിയത്തില. ومجالسات صالحين الفضلاء ودواء قلب 5 فتلاوة بتدبر المعنى وللبطن الخلاء وقيام الليل والتضرع بالسهر ومجالسات صالحين الفضلاء. ഹൃദയം നന്നാവാൻ 5 മരുന്നാണ്. എന്താ 5 മരുന്ന്? 1, ആഴത്തിൽ ചിന്തിച്ചുകൊണ്ട് ഖുർആൻ ഓതുക. 2, നോമ്പിനെ ടൈമാക്കുക. 3, രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കുക. 4, രാത്രിയുടെ അണ്ടയാമത്തിൽ നന്നാക്കി തരണം റബ്ബേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുക. അല്ലാതെ വിസ ശരിയാക്കി തരണം റബ്ബേ എന്നല്ല പൊട്ടിക്കരേണ്ടത്. റബ്ബേ എന്നെ നീ നന്നാക്കി തരണേ, ഇന്നലെ രാത്രി നന്നാക്കി തരണം റബ്ബേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞവർക്ക് കൈപൊക്കാം. അള്ളാഹു നന്നാക്കി തരട്ടെ, അള്ളാഹു നന്നാക്കി തരട്ടെ. ഇന്നലെ രാത്രി സുബഹിൻ്റെ ഒപ്പം മുത്ത് നബിക്ക് സലാം പറഞ്ഞവർക്ക് കൈപൊക്കാം. അൽഹംദുലില്ലാഹ് ഒക്കെ നമ്മളെ കുട്ടികളാണ്. അള്ളാഹു തആല ഖുർആൻ സ്റ്റഡി സെൻ്ററിന് ലാബാണ്. ഓക്കെ, അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും സുബഹിൻ്റെ ഒപ്പം മുത്ത് നബിക്ക് സലാം പറയണം. സലാത്തില്ല, സലാത്തുൽ ഫാത്തിഹ 100 വട്ടം ഇല്ല. ദറസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, റസൂലല്ലാഹ് ഖുദ് ബിയദി യാ റസൂലല്ലാഹ്, എന്നെ ഏറ്റെടുക്കി നബി എന്ന് പറയാം. മനസ്സിലായില്ലേ? അള്ളാഹു തആല നമ്മെ സ്വീകരിക്കട്ടെ. അള്ളാഹിൻ്റെ അബ്ദിനാകുന്ന മുത്ത് റസൂലുള്ളാഹിന്റെ മുന്നിൽ അള്ളാഹു നമ്മളെ വിട്ടുകൊടുക്കട്ടെ. അള്ളാഹിൻ്റെ ഹബീബിൻ വഴിയായി അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നാലാമത്തെ കാര്യം എന്താ? ഒന്നാമത്തെ കാര്യം ഖുർആൻ ഓതുക. 2ാമത്തെ കാര്യം നോമ്പ് ദായിമാക്കുക. 3ാമത്തെ കാര്യം തഹജ്ജുദ് നിസ്കരിക്കുക. 4ാമത്തെ കാര്യം രാത്രിയുടെ അണ്ടയാമത്തിൽ പൊട്ടിക്കരയുന്ന ദുആ ചെയ്യുക. 5ാമത്തെ കാര്യം ശ്രേഷ്ഠന്മാരുടെ മജ്‌ലിസുകൾ പോയി ഹാജരാവുക. എങ്കിലോ അർശിനെ വീണ്ടും തുറന്നിട്ടു. അള്ളാഹു തുറന്നു തരട്ടെ, അള്ളാഹു തുറന്നു കിട്ടണ്ടേ, തുറന്നു കിട്ടണ്ടേ. നിങ്ങൾ പറയും തുറന്നു കിട്ടണ്ടേ? തുറന്നു കിട്ടണം, തുറക്കണം. ഇവിടെ വന്നവൻ തുറന്നേ പോകൂ, ഇവിടെ വന്നവൻ തുറന്നേ പോകൂ.
ഇത് തുറക്കാനുള്ള ക്ലാസ്സാണ്. അള്ളാഹു തുറന്നു തരട്ടെ, അള്ളാഹു തുറന്നു തരട്ടെ. അള്ളാഹു ഹിദായത്ത് കൊടുത്താൽ ഹിദായത്ത് കിട്ടും. അതിനൊരു വഴിയാണ്, ഇത് തുറക്കാനുള്ളൊരു വഴിയാണിത്. ഇവിടെ തന്നാ തുറക്കും. ഇവിടെ 86 ക്ലാസ് വെറുതെ ചെയ്തതല്ല, ഇത് തുറക്കണ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ തുറക്കും. ഇത് ഞാൻ റബ്ബിനെ മുൻനിർത്തി പറയാണ്. ഇത് വെറുതെ അല്ല, നാളെ മുന്നിലാജനാകാൻ വലിയതാകാനല്ല. ഇത് എനിക്ക് നന്നാകാൻ തുടങ്ങിയ ക്ലാസ്സാണ്. കൂട്ടത്തിൽ നിങ്ങൾക്ക് നന്നാകാം. ഞാൻ എനിക്ക് നന്നാകാൻ വേണ്ടിയാണ് തുടങ്ങിയത്. നിങ്ങൾക്ക് നന്നാകാൻ വേണ്ടിയാ വരണ്ട്. ഞങ്ങൾ നന്നാകാൻ വേണ്ടി തുടങ്ങിയല്ല, എനിക്ക് നന്നാകാൻ തുടങ്ങിയതാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. വമുജാലസാത്ത് സാലിഹീനൽ ഫുളലാ, അപ്പോൾ നമുക്ക് തൗഫീഖ് തരട്ടെ. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയും. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് അലൻ നബി സല്ലല്ലാഹു ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു عليه توكلوا حسبي ربي جل الله صلى الله لا إله إلا الله يا رسول الله أنت تطلع بيننا في الكواكب كالبدر بل وأشرف منه يا سيدي غير النبي الصلاة على النبي الشفيع الأبطاحي والحبيب الأعرابي. الفاتحة. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين.